സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമജടസഹസ്രേണ നിർഭാസ്യമാനം സ്പഷ്ടം തിട്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്തം ദത്താവത്പാദിതാക്ഷാൽ ഗുരുവനപുരേയന്തവാക്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്തവരോട് അവാച്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയത്തെ 42-ാമത്തെ ദശകം 2 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. തതോ ഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവേഹി വിമിശ്രമശ്രാഭിവസമീപത പരിത്പുടത്താരു ചടച്ചടാരവ. ദാരു എന്ന് പറഞ്ഞാൽ മരമാണ്. ഈ മരം പൊട്ടിച്ചെതറി കഷ്ണങ്ങളാകുമ്പോൾ കടപടാന്നൊരു ശബ്ദം ഉണ്ടാക്കി. വണ്ടിയെ ഭഗവാൻ തകർത്തു. ചാടായി വന്ന ശകടാസുരൻ്റെ കഥ കഴിക്കുകയാണ് ചെയ്തത്. ഭഗവാനെ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വണ്ടിയുടെ സ്വരൂപത്തിൽ വണ്ടിയുടെ ഉള്ളിൽ മറഞ്ഞിരുന്ന ശകടാസുരനെ ഭഗവാൻ കാലിട്ടടിച്ച കഷ്ണങ്ങളാക്കി തകർത്തു. ആ ശബ്ദം അവരെല്ലാവരും കേട്ടു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വിഷമം തോന്നി. മരക്കഷ്ണങ്ങളും കിടക്കുന്നുണ്ട്, അതിൻ്റെ നടുവിൽ കൃഷ്ണനും ഉണ്ട്. തതത്തതാ കർണന സംഭ്രമസ്തമപ്രകമ്പിവക്ഷോജപരാവ്രജാംഗന ഭവന്തമന്തർദൃശമന്തതോ വിനിഷ്പദാരുണദാരുമത്യകം. ഇത് കേട്ട് പരിഭ്രമിച്ച് യശോദ തതത്തതാകർണന സംഭ്രമ, ആകർണനം കൊണ്ടുണ്ടായതായിട്ടുള്ള സംഭ്രമം കൊണ്ട് കേട്ടിട്ട് എന്തൊരു ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. എങ്ങനെയും അകാരണമായിട്ടൊരു ശബ്ദം പെട്ടെന്നാണ് ഉണ്ടായില്ല. ഒരു വീണ ശബ്ദമായാലും പൊട്ടണ ശബ്ദമായാലും എന്താ പോയ ശബ്ദം എന്നാരും ശങ്കിച്ചു പോവും. ആകർണന സംഭ്രമ, സംഭ്രമിച്ച ശ്രമപ്രകമ്പി പക്ഷോജപരാവ്രജാംഗന, വളരെ പേടിച്ച് പരിഭ്രമിച്ച് കുലുങ്ങുന്ന മാറിടത്തോടു കൂടിയിട്ട് വ്രജാംഗനയായിട്ടുള്ള യശോദ വേഗം ഭഗവാന്റെ അടുത്തേക്ക് ഓടി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം മനസ്സിൽ വരെ കുട്ടിയാണ്. ചെറിയ കുട്ടികളുള്ളവർ, അയ്യോ കുട്ടീൻ്റെ എവിടെയാണാവോ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, അത് കഴിഞ്ഞിട്ടേ വേറെ ഏത് ചിന്തയുള്ളൂ. കുട്ടി എവിടെ കിടക്കണം, അവിടെ കിടത്തിയിട്ടാണ് പോന്നിരിക്കണം. അവിടുന്നാണ് ശബ്ദം കേട്ടത്. അപ്പോൾ പ്രകമ്പി വക്ഷോജ പരാവ്രജാംഗന, പേടിച്ച് ആ മാറിടമൊക്കെ കുലുങ്ങി ആ യശോദ വന്ന് നോക്കി. ഭവന്തം അന്തർദൃശു സമന്തതോ, ആ മരക്കഷ്ണങ്ങളുടെ നടുവിൽ കിടക്കണ കൃഷ്ണനെ കണ്ടു. അന്തസ്സമന്തത, നന്ദൻ്റെ ഗൃഹത്തിനുള്ളിൽ 4 പാടും മരങ്ങളുടെ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്. അന്ത സമന്തത, അതിൻ്റെ നടുവിലായിട്ട് കണ്ടു. വിനിഷ്പദ ദാരുണദാരുമത്യകം, ദാരുണദാരുമത്യകം, ദാരു എന്ന് പറഞ്ഞാൽ മരക്കഷ്ണം, ദാരു ശില്പം എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുള്ള ശില്പമാണ്. അപ്പോൾ ദാരു മരം കഷ്ണമായതിൻ്റെ നടുവിൽ കിടക്കുന്നതായിരിക്കുന്ന ഭവന്തം അങ്ങയെ ദദൃശു കണ്ടു. ഓടി വന്ന് നോക്കിയപ്പോൾ മരങ്ങളുടെ നടുവിൽ കിടക്കുന്ന കൃഷ്ണനെ, ഉണ്ണിയെ കണ്ടു. ഭവന്തം അങ്ങയെ അന്തർദൃശു, ഉള്ളിൽ കണ്ടു. ഏതിൻ്റെ ഉള്ളിൽ? വിനിഷ്പത ദാരുണദാരുമത്യകം, പൊട്ടിപ്പൊടിഞ്ഞ വണ്ടികളുടെ മരക്കഷ്ണത്തിൻ്റെ നടുവിൽ. വിനിഷ്പത ദാരുണദാരുമത്യകം, ദാരുണമായി വിനിഷ്പതമായിരിക്കുന്ന ദാരുവിൻ്റെ മധ്യത്തിലുള്ളതായ അങ്ങയെ ഭവന്തം ദദൃശു കണ്ടു. സമന്തതം അതിൻ്റെ നടുക്കുണ്ടായിട്ടുള്ള അങ്ങയെ കണ്ടു. വിനിഷ്പത ദാരുണമത്യകം ഭവന്തം ദദൃശു. സമന്തത, നന്ദൻ്റെ ഗൃഹത്തിനുള്ളിൽ ചിതറിക്കിടക്കുന്ന മരച്ചീളുകളുടെ ഇടയ്ക്ക്. അന്തസ്സമന്തത, ഉള്ളിൽ കിടക്കുന്ന മരക്കഷ്ണങ്ങളുടെ നടുക്ക് കിടക്കുന്ന ഉണ്ണിയെ കണ്ടു. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പി വക്ഷോജപരാവ്രജാംഗന ഭവന്തം അന്തർദൃശു, ഉള്ളിൽ കണ്ടു. സമന്തതോ, മരക്കഷ്ണങ്ങളുടെ നടുവിൽ കണ്ടു എന്നർത്ഥം. സമന്തതോ വിനിഷ്പത ദാരുണദാരു മത്യകം. അപ്പം അമ്മ
മനസ്സിൽ ശങ്ക കൊണ്ടതിനെ പറയുകയാണ്. ശിശോരഹോ കിം കിം അഭൂത്, കിം കിം അഭൂത്, കിം കിം അഭൂതിതി സുദ്രുതം പ്രതാവ്യനന്ദ പശുപാശ്ച ഭൂസുരാ ഭവന്തമാലോക്യ യശോദയാധൃതം സമാശ്വസൻ അശ്രുജലാർദ്രലോചനാ. അഹോ ശിശോ കിം കിം അഭൂത്, എന്ത് സംഭവിച്ചു, കിം കിം അഭൂത്, എന്ത് സംഭവിച്ചു, ഇതി ഇപ്രകാരം, ശിശോർ അഹോ കിം കിം അഭൂത്, അതാണ് കിം കിം അഭൂത്, കിം കിം അഭൂത് ഇതി ദ്രുതം. ശിശുവിന് എന്ത് സംഭവിച്ചു എന്ന പരിഭ്രമത്തോടുകൂടി ദ്രുതം പ്രധാവ്യ നന്ദ പശുഭൂസുരാച, ഓടിയെത്തിയ നന്ദനും ഗോപന്മാരും ബ്രാഹ്മണരും, ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണരുണ്ട് അവിടെ, അവരും പരിഭ്രമിച്ചു, നന്ദനും പരിഭ്രമിച്ചു, ഗോപന്മാരും, യശോദര കാര്യം നേരത്തെ പറഞ്ഞു കൊണ്ടാണത് പറയുന്നത്. അപ്പോൾ ഗോപന്മാരും ബ്രാഹ്മണരും നന്ദഗോപരും ഭൂസുരാഹ ബ്രാഹ്മണരും ഓടിയെത്തി കേട്ടോ. യശോദ എടുത്തതായിട്ടുള്ള ഉണ്ണിയെ കണ്ടു, യശോദ എടുത്തതായിട്ടുള്ള ഭവാനെ കണ്ടു. ഭവന്തം യശോദയാധൃതം ആലോക്യ, യശോദയുടെ കയ്യിൽ എടുത്ത് യാതൊരു പരിഭ്രമവും ഇല്ലാണ്ട് കിടക്കുന്ന അങ്ങയെ കണ്ടു. ഭവന്തം യശോദയാധൃതം ആലോക്യ, യശോദയാധൃതം ഭവന്തം ആലോക്യ, യശോദയാൽ എടുക്കപ്പെട്ടതായിട്ടുള്ള അങ്ങയെ കണ്ടിട്ട് എല്ലാവരും കണ്ണീരൊലിച്ചു പേടിച്ചിട്ടേ. അശ്രുജലാർദ്രലോചന, ഒന്നും പറ്റിയില്ലല്ലോ എന്ന സന്തോഷത്താൽ, അത്ഭുതത്തോടു കൂടിയുള്ള സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഇത്രയും വലിയ മരക്കഷ്ണങ്ങളുടെ ഇടയിൽപ്പെട്ട ഒരു ഉണ്ണിക്കൊന്നും സംഭവിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ ചില മുറിപാടുകളെങ്കിലും ഉണ്ടാവും, അതും ഉണ്ടായില്ലേ അവിടെ. അതിൽ അത്ഭുതപ്പെട്ട് ആശ്വസിച്ച് അവർ കരഞ്ഞു സന്തോഷം കൊണ്ട്. അശ്രുജലാർദ്രലോചനാഹ, കണ്ണീരൊഴുക്കിക്കൊണ്ട് സമാശ്വസൻ, സമാധാനിച്ചു. ആവൂ ഒന്നും പറ്റിയില്ല അല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിച്ചു എന്നർത്ഥം. ശിശോരഹോ കിം കിം അഭൂത്, അഭൂത് എന്നാണ് വാക്ക്, അങ്ങനെ കിം കിം അഭൂത് ഇതി ദ്രുതം പ്രധാവ്യ നന്ദ പശുപാശ്ച ഭൂസുര, നന്ദൻ പശുപാലന്മാരെ, ഭൂസുര ബ്രാഹ്മണരെല്ലാവരും പരിഭ്രമിച്ചു ഓടിയെത്തി. ഭവന്തം ആലോക്യ യശോദയാധൃതം, ഭവന്തം ആലോക്യ, യശോദ എടുത്തതായിട്ടുള്ള അങ്ങയെ കണ്ടു, ആലോക്യ കണ്ടിട്ട് സമാശ്വസിച്ചു. സമാശ്വസൻ അശ്രുജലാർദ്ര ലോചന, കണ്ണീരൊഴുക്കിയ രൂപത്തോടു കൂടിയിട്ട് അവരെല്ലാം ആശ്വസിച്ചു. കസ്കോനു കൗതസ്കുതയേഷ വിസ്മയോ വിശങ്കടം യച്ചകടം വിഭാടിതം ന കാരണം കിഞ്ചിതി ഹേതിതേ സ്ഥിത സ്വനാസികാദത്ത കരാർത്ഥദീക്ഷക. ഈ ഒരു അത്ഭുതം ഉണ്ടാവാൻ കാരണമെന്ത്? എന്തൊരത്ഭുതമാണ് നമ്മൾ ഈ കാണുന്നത്? കസ്കോനു കൗതസ്കുത, എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം. വിശങ്കടം ശകടം വിപാടിതം, ഈ വലിയ ശകടം തകർന്നിരിക്കുന്നു, കഷ്ണം കഷ്ണമായി മാറിയിരിക്കുന്നു. യത് ഇഹ കാരണം ന കിഞ്ചിൽ, ഇതിന് കാരണമൊന്നും ഇവിടെ ഇല്ലല്ലോ. വെറുതെ ഒരു വലിയൊരു വണ്ടി അങ്ങോട്ട് തകരുമോ? മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ് തകരുക. അതിന് മാത്രം ഒരു കാരണം ഇവിടെ ഉണ്ടായിട്ടില്ല. അതാണ് അവർക്കൊക്കെ അത്ഭുതം ജനിപ്പിച്ചത്. ഒരു കാരണവും കൂടാണ്ട് എങ്ങനെ ഇത് തകർന്നു? കസ്കോനു കൗതസ്തുത്കുത ഏത വിസ്മയോ, എന്ത് കാരണത്താൽ ഇങ്ങനെ ഉണ്ടായി? കസ്കോനു കൗതസ്കുത ഏഷ വിസ്മയോ, അത്ഭുതപ്പെട്ട് എന്തിനെക്കുറിച്ച്? വിശങ്കടം യച്ചകടം വിപാടിതം, എങ്ങനെ ഈ വണ്ടി തകർക്കപ്പെട്ടു. ന കാരണം കിഞ്ചിതി ഹേതി, ഒരു കാരണവും അതിനിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല. തേ സ്ഥിതാഹ സ്വനാസികാദത്ത കരാത്വദീക്ഷകാഹ, എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. അത്ഭുതം ഉണ്ടാകുമ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കും, കഷ്ടം വെച്ചുകൊണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കും. ഇങ്ങനെ സമയത്തൊക്കെ നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കുക അല്ലേ? ഇങ്ങനെ വെച്ചാൽ കഷ്ടം, അങ്ങനെ ചെയ്യാം. അത്ഭുതം, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? അത്ഭുതം കൊണ്ട് ഇവർ മൂക്കത്ത് വിരൽ വെച്ചു. സ്വനാസികാ ദത്തകരാഹ, മൂക്കിൽ വെച്ച കൈപ്പിരലോട് കൂടിയിട്ട് അത്ഭുതസ്തബ്ധരായി നോക്കി നിന്നു. കുമാരകസ്യാസ്യ പയോധരാർത്തിന പ്രരോദനേ ലോലപദാംബുജാഗതം
മയാ ദുഷ്ടമനോ വിവരിക ദിദീശതേ പാലക ബാലക ജഗു. കുട്ടികളെ അവിടെ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് കൃഷ്ണനെ നോക്കാൻ, ഉണ്ണിയെ നോക്കണം കേട്ടോ. ഉണ്ണിയല്ല അപകടം കാണിക്കണ്ടോ നോക്കണം എന്നും പറഞ്ഞല്ലേ എവിടേക്കെങ്കിലും നീന്തി പോവാലോ. നടക്കാറൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും കുട്ടിയല്ലേ, എന്തെങ്കിലും സംഭവിക്കാം. നല്ല ജീവികളുടെ അടുത്തേക്ക് വരിക കുത്തുകയൊക്കെ ചെയ്യാമല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം കുട്ടിക്ക്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ബാലകന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഉണ്ണിയെ നോക്കാൻ. അവരെന്താ പറഞ്ഞത്? ഈ മുലപ്പാൽ കുടിക്കാൻ വേണ്ടി കരഞ്ഞു ഈ കുട്ടിന്ന്. കുമാരകസ്യ അസ്യ പയോദരാർത്ഥിന, മുലപ്പാലിന് വേണ്ടി കരഞ്ഞു, കാലിട്ട് അടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കാല് വണ്ടിയുടെ മുകളിൽ കൊണ്ടു. പ്രരോദനെ, കരഞ്ഞിരിക്കുമ്പോൾ, പ്രരോദനെ ലോലപദാംബുജാഹതം. കുട്ടിയുടെ കാലം എന്ന് പറഞ്ഞാൽ എത്ര മൃദുലമായിരിക്കും. ആ മൃദുലമായിരിക്കുന്ന കാല് യശോദമ്മ ഈ വണ്ടിയുടെ മുകളിൽ കൊള്ളണത് ഞങ്ങൾ കണ്ടു. വേറെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടുമില്ല. ഞങ്ങളല്ലേ ഇവിടെ ഇരിക്കണം, ഞങ്ങളൊന്നും കണ്ടിട്ടുമില്ല. ഓരോ കുട്ടി ഇത് പറഞ്ഞു ഓരോരുത്തരോടും ചോദിച്ചു എന്നാണ്. മയാ ദൃഷ്ടം. ഞാനും കണ്ടു യശോദമ്മേ, ഞാനും കണ്ടു യശോദമ്മേ. എല്ലാവരും അങ്ങനെ തന്നെ പറയണത്. വിശ്വാസം വരാത്തതുകൊണ്ട് നീ കണ്ടതെന്താ, നീ എന്തേ കണ്ട, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, എനിക്ക് ഇവർ പറയണമെന്ന് വിശ്വാസമാണില്ല, നീ എന്തേ പറഞ്ഞേ, നീ എന്താ പറയണം. ഇങ്ങനെ ഓരോരുത്തരോട് യശോദ എടുത്ത് ചോദിച്ചു എന്താ അവിടെ നടന്നതെന്ന് അറിയാൻ. എല്ലാവരും ഒന്നെ പറഞ്ഞത്, യശോദമ്മ ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആ കുട്ടി കാലിട്ട് അടിച്ചു, കുട്ടിയുടെ കാല് ആ വണ്ടിയിൽ കൊണ്ടു, ഇത്രയേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ശകടാസുരനാണെന്നോ ഈ കിടക്കണ കുട്ടിയുടെ മഹാത്മ്യം ആരാണെന്നോ യശോദയ്ക്ക് ഉണ്ടോ അറിയണു. മയാ ദൃഷ്ടം, ഞാൻ കണ്ടു, എന്നാൽ കാണപ്പെട്ടു. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടല്ല, ഒക്കെ ഒന്ന് തന്നെ പറയണം. മയാ ദൃഷ്ടം. അങ്ങനെ തന്നെ അമ്മേ യശോദമ്മേ, അതന്നെ ഇവിടെ ഉണ്ടായുള്ളൂ, വേറെ ഒന്നും ഇവിടെ ഉണ്ടായില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മയാ ദൃഷ്ടമനോ ബിഭർരിക ഇതീശത്തെ പാലക ബാലക ജഗു. ഒരാരിപ്പോൾ അങ്ങയെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആ കുട്ടികൾ എല്ലാം ഒരേ സ്വരത്തിൽ ഇത് തന്നെ പറഞ്ഞു. ഭഗവാനെ നോക്കാൻ ഇപ്പോൾ വേറൊരാളുടെ ആവശ്യമുണ്ടോ? നമ്മളെയൊക്കെ നോക്കണത് ഭഗവാനാണല്ലേ. ആ ഭഗവാനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുക കുട്ടികളെ. അവരുണ്ടോ സത്യം കാണുന്നു? അത് ശകടാസുരനാണെന്നോ ശകടാസുരനെ ഭഗവാൻ കൊന്നതാണെന്നോ അവർക്ക് മനസ്സിലായില്ല. കാലുകൊണ്ടു വണ്ടി തകർന്നു എന്ന് അവരെല്ലാം പറഞ്ഞു. കുമാരകസ്യ അസ്യ പയോധരാർത്ഥിന അസ്യ കുമാരകസ്യ, മുലപ്പാലിന് ആഗ്രഹിച്ചതായിട്ടുള്ള ഈ കുട്ടിയുടെ പ്രരോദനെ, കരഞ്ഞ സമയത്തിങ്കൽ, കരഞ്ഞ കാരണത്താൽ, ലോലപദാംബുജാഹതം, മൃദുലമായിട്ടുള്ള പാദം കൊണ്ടിട്ട്, പദാംബുജത്താൽ പ്രഹരം കിട്ടിയതുപോലെയുള്ളതായ, അടിക്കപ്പെട്ടതായ ആ സംഗതി ഞങ്ങളെല്ലാവരും കണ്ടു. മയാ ദൃഷ്ടം, ഞാൻ കണ്ടു. ദൃഷ്ടമനോ വിപര്യകാദിദീശത്തെ പാലക ബാലക ജഗു. അങ്ങയെ പാലിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയതായിട്ടുള്ള കുട്ടികളെല്ലാം ഇത് തന്നെ ഏകസ്വരത്തിൽ പറഞ്ഞു. വിപര്യകാട്, തരിപ്പണമായിരിക്കുകയാണ് അവിടെ. ആ വണ്ടി തരിപ്പണമായത്, ആകെ തകർത്ത പൊടിയായത്, കഷ്ണമായത്. ദൃഷ്ടമനോ വിപര്യകാദിദീശ തേ പാലക ബാലക ജഗു. അങ്ങയുടെ പാലക ബാലകന്മാർ ഇപ്രകാരം പറഞ്ഞു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.